Good This morning, call is sir. now being. സുഖമല്ലേ? കുറെ പേരുടെ മുഖരിക്കുന്നുണ്ടല്ലേ. ഒരു 10-15 മിനിറ്റ് മുമ്പ് എണീറ്റ് ഒന്ന് ഫ്രഷായി നേരെ നേരെ ഉറക്കത്തിൽ നേരെ കയറി ഇരിക്കുന്ന ടീമുകളുണ്ട്. ഓക്കെ, എനിവേ ഒന്ന് വേഗം വേഗം നോക്കി നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ആ പാരലോഗ്രാമിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് പെട്ടെന്ന്. How to find the fourth vertex of a parallelogram. നല്ല പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നോക്കിയ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തേ. How to find the fourth vertex of a parallelogram. പെട്ടെന്ന് നോക്കും. ചോദിക്കുമ്പോൾ എനിക്ക് ആൻസർ കിട്ടണം കേട്ടോ. 1 minute മാക്സിമം. One minute maximum. Okay, right. ഒന്ന് പറയുന്ന കണക്ഷൻ ബിറ്റ്വീൻ ദ വോൾട്ടേജ് ഓഫ് എ പാരലോഗ്രാം എന്തായിരുന്നു അമീൻ ഷാജി? നമ്മൾ പഠിച്ച റിലേഷൻ എന്തായിരുന്നു? AB square അതാണ് സാർ. What is the relation between the coordinates of a parallelogram? AB square plus Hmm. BC square plus CD square plus AD square gives AC square plus CD square. അല്ല ഇർഫാൻ ശംസുദ്ദീൻ എന്തായിരുന്നു റിലേഷൻ അതൊക്കെ കറക്റ്റ് ചെയ്യുന്നത്? y3 plus y1 is equal to y2 plus y4. പിന്നെ y3 plus y1 equal to y2 plus y4. അതിന്റെ ഒരു സെന്റൻസ് വെച്ചിട്ട് നമ്മൾ പറയാം. ഷുഹൈബ് എങ്ങനെയല്ല സെന്റൻസ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തേ? In a parallelogram, the x coordinate of two opposite vertices is same. X coordinate of two opposite vertices is same. ഇപ്പോ റുഫൈദ ഡെഫിനിഷൻ ഒന്നോടെ ഡിഫൈൻ ചെയ്തേ. In a parallelogram, the sum of the x coordinate to the opposite vertex is same. Sum of the x coordinate of any two opposite vertex is same. അപ്പോൾ നമുക്ക് ഇങ്ങനെ പാരലോഗ്രാം ഉണ്ടെങ്കിൽ suppose we have a parallelogram like this. ഇവിടെ origin, here we have x1 y1, here we have x2 y2. ഇങ്ങനെയൊക്കെയാണ് മൂന്ന് വേർട്ടെക്സ് ഉള്ളതെങ്കിൽ what will be the fourth vertex എന്ന് പറയാം ഷഹാൻ? പിന്നെ ഫോർത്ത് വേർട്ടെക്സ് എന്തായിരിക്കും? കേൾക്കുന്നില്ല ഷഹാൻ. x3 y3. x3 y3. അബ്ദുൽ അസീസ്? അല്ല x2 plus xy. മുഹമ്മദ് ഫാസിൽ? x plus 0 is equal to x1 plus x2. പിന്നെ y plus 0 is equal to y1 plus y2. കുഴപ്പമില്ല, അത്യാവശ്യം കൃത്യമാണ്. ശ്രേയ ഒന്ന് കൃത്യം പറയാം, കോർഡിനേറ്റ്സ് എന്തായിരിക്കും എന്നുള്ളത് ഫോർത്ത് വേർട്ടെക്സ്. ഫോർത്ത് വെർട്ടെക്സ് ആദ്യം xy എന്ന് കൺസിഡർ ചെയ്യണം. എന്നിട്ട് x1 plus x2 will be equal to x plus 0. ഓക്കെ, കൃത്യമായിട്ട് വേർട്ടെക്സ് എന്ന് പറയാലോ റബീസെ. എങ്ങനെയായിരിക്കും വരിക? ഫോർത്ത് വേർട്ടെക്സ് വിൽ ബി അറിയില്ല സാർ. അറിയില്ല. ഫോർത്ത് വേർട്ടെക്സ് വിൽ ബി ബിലാൽ? ബിലാലിനാണ് ഫോർത്ത് വേർട്ടെക്സ്. ആദിൽ മുഹമ്മദ്?
അറിയില്ല സാർ. Ansia. x1 plus x2 y2 plus y1 y2. നമുക്കിവിടെ കിട്ടാൻ പോകുന്ന ഫോർത്ത് വേർഡെക്സിലൂടെ അറിയില്ല എന്ന് പറയാനുള്ള രാവിലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതാണ് കൃത്യമായിട്ട് നോക്കിക്കോളെന്ന് ഞാൻ പറഞ്ഞത്. ഷാർട്ടികൾ ടൈം ഒന്നും അതിന് വേണ്ടിയിട്ടോ. The relation that we studied is if there is a parallelogram with the four vertices, the sum of x coordinates of the opposite vertices are same. Also, the sum of the y coordinates of the opposite vertices are same. ഇതാണ് നമ്മൾ പഠിച്ച റിലേഷൻ. ഓപ്പോസിറ്റ് കോർഡിനേറ്റ്സിന്റെ എക്സ് കോർഡിനേറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ഓപ്പോസിറ്റ് വൈ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് നമ്മൾ ഇതിന് മുന്നേ ഡിസ്കഷനിൽ പഠിച്ചിട്ടുള്ള കാര്യം. അപ്പൊ ഇവിടെ സപ്പോസ് ഇതിന് പകരം സപ്പോസ് ഈ കാണുന്ന വേർട്ടെക്സ് x1 y1 x2 y2. Suppose here we have x3 y3 and here we have x4 y4. എങ്കിൽ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് x1 plus x2 is equal to x3 plus x4. രണ്ട് ഓപ്പോസിറ്റിലെ എക്സുകൾ ആഡ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം y1 plus y2 equal y3 plus y2. ഇതാണ് ജനറൽ റിലേഷൻ എന്ന് പറയുന്നത്. Now in particular നമ്മളുടെ പാരലോഗ്രാം ഇങ്ങനെ വന്നു. നമ്മുടെ പാരലോഗ്രാം അതിൽ ഒരു വേർട്ടെക്സ് ഒറിജിനൽ, ബാക്കിയുള്ള വേർട്ടിസസിൽ വൺ ഓഫ് ദ വേർട്ടെക്സ് x1 y1 ആയി, വൺ ഓഫ് ദ വേർട്ടെക്സ് x2 y2 ആയാൽ മൂന്നാമത്തെ ആളെ x3 y3 എടുക്കാനല്ല ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ രണ്ട് പേരെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ തന്ന ആളുകളെ കണക്ട് ചെയ്തിട്ട് we can write the third vertex as x1. Sorry, we can write the third vertex as x1 plus x2 and y1 plus y2. ഇനി നമുക്ക് തേർഡിനെ കൺസിഡർ ചെയ്യും. അല്ല x1 x2 y2 മൂന്നാല് x3 y3 എടുക്കാൻ ആരെ കൊണ്ടും പറ്റും. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ സ്റ്റക്ക് ആവും. വി കനോട്ട് മൂവ് അല്ലെങ്കിൽ വി കനോട്ട് പ്രൊസീഡ് ഫർദർ. അപ്പൊ നമ്മൾ തേർഡ് വേർട്ടെക്സിനെ ഇങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒന്നിന്റെ റീസൺ സിമ്പിൾ ആട്ടോ. ഓപ്പോസിറ്റ് വേർട്ടെക്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കോർഡിനേറ്റ്സ് കിട്ടുക. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ സപ്പോസ് ഈ കാണുന്ന വേർട്ടെക്സിനെ നിങ്ങൾ xy എന്ന് എടുത്താൽ യു ക്യാൻ റൈറ്റ് 0 plus x equal to x1 plus x2. അതുപോലെ തന്നെ 0 plus y is equal to y1 plus y2. അവിടെ നിന്നാണ് x equal x1 plus x2 എന്നും y equal y1 plus y2 എന്നുള്ള ഈ കോർഡിനേറ്റ് കിട്ടും. ഇങ്ങനെ വേണം അവനെ ചൂസ് ചെയ്യാൻ. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി സ്റ്റഡീഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്ത് നിർത്തിയത് sum of the squares of all the four sides of a parallelogram is equal to sum of squares of the diagonals എന്ന ക്വസ്റ്റ്യനിലായിരുന്നു അല്ലെ. അതില് x1 y1 x2 y2 x3 y3 x4 y4 എന്ന പാറ്റേണിൽ പോയാൽ it will take a lot of time to complete എന്ന് പറഞ്ഞിട്ട് നമ്മൾ വൺ ഓഫ് ദ വേർട്ടെക്സിനെ ഒറിജിൻ ആയി കൺസിഡർ ചെയ്ത് അവന്റെ പ്രൊസീജിയർ എഴുതി നിർത്തിയിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ചെക്ക് ചെയ്തേ. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നോ? സ്ക്വയർ ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ചെയ്തിരുന്നോ? ഫസ്റ്റ് നമ്മൾ ചെയ്ത് നിർത്തിയേക്കുന്നേ. സർ അത് മറ്റേ രണ്ടാമത് സാറ് പറഞ്ഞ പോലെ ചെയ്തായിരുന്നു. കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ചേക്കുമായിരുന്നു. അതായത് 4 സൈഡ്സും അതുപോലെ തന്നെ ഡയഗണൽസും കണ്ടുപിടിച്ചോ? ഞാൻ 2 ചെയ്തിട്ടുള്ളൂ സാർ, മൊത്തം കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യണേ. അത് ഇവിടം വരെ എത്തുന്ന നോക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യും. അവിടെ ABCD എന്നാണ് നമ്മുടെ സൈഡ്സിന്റെ പേര് കൊടുത്തേ. ABCD അല്ലേ നമ്മുടെ സൈഡ്സ് നോക്കി. അതില് റെസ്പെക്റ്റീവ്ലി AB ഈക്വൽ, അയ്യോ വാല്യൂസ് എങ്ങനെയായിരുന്നില്ല കേട്ടോ, 0 0 ഒക്കെയാണേ. A is the origin, B യും B യും D ഓക്കെയാണ്. ഇവിടെ x1 plus x2 y1 plus y2. AB equal to x1 square plus y1 square. BC is equal to x2 square plus y2 square. CD equal to again x1 square plus y1 square. AD equal to x2 square plus y2 square. One of the diagonal AC equal to root of x1 plus x2 the whole square
plus y1 plus y2 the whole square. BD equal to root of x1 minus x2. അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചാവും x2 minus x1 ആണ് നിങ്ങളുടെ ഓർഡർ പോലെ ഇരിക്കും. ഇത്രയും ലെങ്ത് നമുക്ക് കിട്ടിയിരുന്നോ? ഇത്രയും കൊണ്ട് നിർത്തിയാണ് എന്റെ ഓർമ്മ. യെസ് സാർ, അത് കഴിഞ്ഞിട്ടും കുറച്ച് ചെയ്തു, സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്ത് നമുക്ക് ഇങ്ങനെ വരും. റെസ്പെക്റ്റീവ് ആയ ആൾക്കാർ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ നേരെ റൂട്ട് ക്യാൻസൽ ആവും, വേറെ ഒന്നുമില്ല. എ ബി സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പോകും. x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ. ബി സി സ്ക്വയർ എടുത്താൽ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. സി ഡി സ്ക്വയർ ഈക്വൽ ടു again x1 square plus y1 square. AD square is equal to x2 square plus y2 square. ഇപ്പുറം എടുത്തു കഴിയുമ്പോൾ AC square എടുക്കുമ്പോൾ x1 plus x2 the whole square plus y1 plus y2 the whole square. BD square എടുത്തു കഴിയുമ്പോൾ x1 minus x2 the whole square plus y1 minus y2 the whole square. ഇങ്ങനെയാണ് 6 സ്ക്വയേഴ്സ് വരിക. Now sum of the squares of sides എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. സൈഡ്സിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉള്ള ആളാണ്. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ plus AD square equal to നേരെ നമുക്ക് ആദ്യത്തെ 4 പേര് ആഡ് ചെയ്താൽ മതി. x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ, വീണ്ടും x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ, വീണ്ടും x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. അപ്പൊ x1 സ്ക്വയർ പ്ലസ് x1 സ്ക്വയർ രണ്ടോളം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പും കഴിഞ്ഞായിരുന്നു. ഞാൻ ജസ്റ്റ് എഴുതിയുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ a മൈനസ് ബി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അപ്ലൈ ചെയ്യണം എന്നുള്ള സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് 2x1 സ്ക്വയർ പ്ലസ് 2x2 സ്ക്വയർ പ്ലസ് 2y1 സ്ക്വയർ പ്ലസ് 2y2 സ്ക്വയർ എന്ന ഒരു ആൻസറിലേക്കാണ് നമ്മൾ എത്തുക. Sum of squares of all the 4 sides. Sum of squares of diagonal ചെയ്യുമ്പോൾ AC square plus BD square ആണ്. അവിടെ നമുക്ക് വരിക x1 plus x2 the whole square plus y1 plus y2 the whole square plus x1 minus x2 the whole square plus y1 minus y2 the whole square. ഇവിടെ രണ്ടുപേരെ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യണം, രണ്ടുപേരെ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യണം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ചില ആളുകളൊക്കെ കട്ടായി പോകാൻ സാധ്യതയുണ്ട്. കംപ്ലീറ്റ് ആവാത്ത ഒരു വേഗം. യു ഹാവ് 3 minutes മാക്സിമം. മിനിറ്റ് മാക്സിമം കേട്ടോ, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ ഒന്നാം താളെ ചെയ്ത് കഴിഞ്ഞാൽ x1 സ്ക്വയർ 2x1 x2 plus x2 സ്ക്വയർ, another y1 square y1 y2 y2 square. അടുത്ത a minus b whole square x1 square minus 2x1 x2 plus x2 square. as well as y1 square minus 2y1 y2 plus y2 square. ഇതുപോലെ ശ്രദ്ധിച്ച് നോക്കി നമുക്ക് പലരെയും ക്യാൻസൽ ചെയ്യാൻ നിർത്തിയിട്ട് നമുക്ക് ചിന്തിക്കും. ഇവിടെ ഗുമോർമൻ
ഒരു മിനിറ്റ് കേട്ടോ. അമ്മാനെ നമ്മൾ വേറെ ഏതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തേ? അമ്മാൻ സാർ വേറെ ഏതൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇതുവരെ? രണ്ടും മൂന്നും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതെ. കോർഡിനേറ്റ് ഓഫ് ദി ഫോർത്ത് വെർട്ടെക്സ് ഓഫ് പാരലോഗ്രാം 1 3 2 5 5 4 എന്നുള്ള. അതെ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ x1 + x3 = x2 + x4 ഉള്ള പ്രൂഫ് ഓൾറെഡി ചെയ്തിരുന്നു. പിന്നെ ഈ പറഞ്ഞ പാരലോഗ്രാം റൂൾസ് അല്ലേ? രണ്ടാമത്തെ ഇതിലാണ്. രണ്ടാമത്തെ നമ്മൾ ഡീറ്റെയിൽ പ്രൂഫ് ആദ്യം ചെയ്ത് ഞാൻ പറഞ്ഞത് നോട്ട് ചെയ്ത് വെക്കണം. ചെയ്തു. 30 seconds more കംപ്ലീറ്റ് ചെയ്യാൻ. നമ്മളിപ്പോ തന്ന ക്വസ്റ്റ്യൻ 30 seconds more. മുഹമ്മദ് സാബിത്ത് കംപ്ലീറ്റ് ആയടാ? മുഹമ്മദ് സാബിത്ത് കേട്ടില്ല? ഇനി എന്ത് ചാരിയിരിക്കണം കംപ്ലീറ്റ് ആവാതെ? ബോർഡിൽ എഴുതിക്കുന്ന ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. അതെങ്ങനെ അടുത്ത സ്റ്റെപ്പ് പോകുന്ന പറയുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ പറയാ? പിന്നെ എങ്ങനെയാ നീ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞേ? അടുത്ത സ്റ്റെപ്പ് പറയാ. പിന്നെ എങ്ങനെ നിന്റെ കംപ്ലീറ്റ് ആവണേ മുഹമ്മദ് സാബിത്ത്? മുഹമ്മദ് സാബിത്ത് നിന്നോടാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ നീ കംപ്ലീറ്റ് ആവണം എങ്ങനെയാ? നീയല്ലേ പറഞ്ഞ ആൻസർ കംപ്ലീറ്റ് ആയിരുന്നു. എന്താ നീ പറഞ്ഞ? പകുതി ഉറക്കത്തിലാണോ? കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി. ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താ? അല്ല അതെനിക്ക് മനസ്സിലായില്ല. പിന്നെ എങ്ങനെയാ കംപ്ലീറ്റ് ആവണേ? ബോർഡിൽ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് തന്നെ കാര്യം. അതിനൊരു ഡൗട്ട് ഉള്ള കാര്യം ചോദിക്കാനല്ലേ നിങ്ങൾ ഇവിടെ ഇരുത്തിയേക്കണേ. പിന്നെ ഏറ്റവും നല്ല മാർക്ക് ഒരു ഗൈഡ് വാങ്ങിച്ചാൽ പോരെ? ബോർഡിൽ നേരെ എഴുതാനാണെങ്കിൽ ബോർഡിൽ എഴുതാൻ എന്റെ കൈവശത്തിനൊക്കെ വളരെ ഭംഗിയാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. എന്റെ പകുതി വായിക്കാൻ പറ്റില്ല. ഗൈഡ് വാങ്ങിച്ച ഒരു തടസ്സമില്ലല്ലോ. വെറുതെ ഞാൻ ബോർഡിൽ എഴുതുന്ന മാത്രം എഴുതിയെടുക്കാനാണെങ്കിൽ. അമ്മാനമ്മൻ ഇവിടെ സ്റ്റെപ്പ് എന്താ വരിക? കട്ടായി പോലെ ആരൊക്കെ കട്ടാവും? x2² y2² x2² നെഗറ്റീവ് അവിടെ കിടപ്പുണ്ടോ? ആര് കട്ടാവും? ഹലീമ ആരാ മോനെ കട്ടാവുക? സാർ ഈ 2y1 -2y1 കട്ടാവൂലേ? ഫൈൻ. ഇവിടെ കട്ടായി പോകുന്ന ആൾക്കാർ ഒന്ന് 2y1 y2 -2y1 y2 കട്ടാവും. പിന്നെ ആരാ കട്ടാവുക? ഹലീമേ. പിന്നെ ഈ 2x1 x2 -2 x2 x1 x2 2x1 x2 -2x1 x2 കട്ടാവും. അങ്ങനെ രണ്ട് ടേംസ്. അപ്പൊ മൊത്തം 4 ആളുകളോട് കട്ടായി പോവാ. പിന്നെ ബാക്കിയുള്ളവരില് നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു x1² ഉണ്ട്, വീണ്ടും ഒരു x1² റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പൊ 2x1². അതുപോലെ തന്നെ 2x2² വരും. പിന്നെ 2y1² വരും. 2y2² വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവർ ഇക്വേഷൻ 1 എന്നൊക്കെ കൊടുത്താൽ സ്റ്റെപ്പ് ചെയ്ത് എളുപ്പമുണ്ടാവും. ഇക്വേഷൻ 1 and 2 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം therefore from 1 and 2 ab² plus bc²
plus CD square plus AD square is equal to AC square plus BD square. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. Sum of squares of all the four sides is equal to sum of squares of parallels. Thus we can complete that proof. Okay, comment ആയില്ലേ? ഇല്ല സാർ. പെട്ടെന്ന് വരട്ടെ, next one. ഇൻസാഫ് എഴുതിക്കാനടാ, ഇൻസാഫ്, ആഫിയ, then Alvin Jason, Aman Aman, okay, right. അടുത്ത നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നോടെ നമുക്ക് ആ കൺസെപ്റ്റ് ഒന്ന് ഒരാഴ്ച ഗ്യാപ്പ് ഒന്നുകൊണ്ട് മാത്രം ഒന്ന് ഓക്കെ ആവാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ആ ഒരു പാറ്റേൺ ഒന്ന് തരുകയാണ് കേട്ടോ. വെറുതെ ഫൈൻഡ് ദ ഫോർത്ത് വെർട്ടെക്സ്. അങ്ങനെ ഫൈൻഡ് ദ ഫോർത്ത് വെർട്ടെക്സ്. Find the fourth vertex of the given parallelogram. Find the fourth vertex of the given parallelogram. One minute maximum മതി കേട്ടോ. Thirty seconds more. Okay, right. എങ്ങനെ ചെയ്യാനുള്ള മെത്തേഡ് പറയാം കേക്കട്ടെ. How we can solve it. സുഹേൽ എന്താ മെത്തേഡ് എന്ന് പറയടാ. സുഹേൽ ഇബ്രാഹിം, what's the method? How to try it? ഏറ്റവും പറഞ്ഞ കേൾക്കാം. സുഹേൽ ഇബ്രാഹിം പറയൂ, കേൾക്കാം.
സുഹേലേ, സുഹേൽ സാർ കേൾക്കാമോ? പറയടാ, കേൾക്കാം. S2 plus H4 Y2 Y2 plus Y4 x2 plus x4 equal y2 plus y4. Y3 plus Y4 അല്ല Y1. x2 plus h4 equal y3 plus y1. Y3 minus Y അല്ല S3 plus H1. x3 plus x1. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇത് എങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യുന്നോടെ പറ. പേര് കൊടുക്കണോ? ആർക്കാ പേര് കൊടുക്കണ്ട പറഞ്ഞു? ABCD എന്നാ? അല്ല നമ്മളതിനെ കൊണ്ട് കോംപ്ലിക്കേറ്റ് ആക്കേണ്ട ആവശ്യമില്ലോടാ. എന്തിനാ അങ്ങനെ കൊണ്ട് കോംപ്ലിക്കേറ്റ് ആക്കുന്നത്? x1 y1 x2 ഒന്നും കൊടുത്ത് അലമ്പാക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല മീൻസ് സാർ നോക്കിക്കൊണ്ടിരിക്കുന്നോടെ 7 വരെ സമയം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അതിന് കൊടുക്കുന്ന സുഹേല വാല്യൂ കിട്ടിയായിരുന്നോ വോട്ടെക്സിന്റെ? സോൾവ് ചെയ്ത ഫൈനൽ ആൻസർ കിട്ടിയായിരുന്നോ സുഹേൽ? എന്താ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയാൻ കേൾക്കട്ടെ. ഹൗ ആദിൽ മുഹമ്മദ്? x1 plus x3 is equal to x2 plus x4. ശരി. അപ്പൊ 8 plus 2 is equal to 9 plus 8 plus 2 is equal to 10 അല്ലേ? അപ്പൊ 10 minus 9 1 എന്നിടാ. അബ്സല്യൂട്ട്ലി. നമ്മൾ ഈ കാണുന്ന വേർട്ടെക്സിനെ XY എന്ന് ചൂസ് ചെയ്താൽ നമുക്ക് നേരെ ഇപ്പൊ ഇതതിന്റെ ബേസിക് കേസ് ആണ്. അതോടെ കിടന്നോട്ടെ, നമ്മുടെ സ്റ്റാൻഡേർഡ് റൂൾ ആണ്. ഗിവൺ കേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വേർട്ടെക്സിലുള്ളത് ഒന്ന് എക്സും 9, ഇപ്പഴുള്ളത് 8ഉം 2. അപ്പൊ x plus 9 is equal to 10 എന്ന് കിട്ടും. x equal to 10 minus 9 1 എന്ന് ആൻസർ. സിമിലർലി y plus 7 is equal to 3 plus 5 എന്ന് വരും. അപ്പൊ y plus 7 is equal to 8 എന്ന് കിട്ടും. y equal to 8 minus 7 1. അപ്പൊ ടോട്ടൽ നമ്മൾ എടുത്ത് എഴുതേണ്ട അവസരം therefore നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തപ്പോ coordinates of fourth vertex is x value 1 y value 1. ഇതാണ് അതിന്റെ മെത്തേഡ്. ഏറ്റവും സിമ്പിൾ ആയ ഏറ്റവും ഫണ്ടമെന്റൽ ആയ ഒരു കൺസെപ്റ്റ് ആണ്. അതിലെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, എങ്ങനെ എക്സ് ആൻഡ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാന്ന് ഡൗട്ട് ആണ്. എന്നാൽ ആ ഡൗട്ട് വാതൊന്നും ചോദിക്കുകയില്ല. വെരി ഗുഡ്, കീപ് ഇറ്റ്. അങ്ങനെ തന്നെ മാത്സ് അങ്ങനെ തന്നെ വേണം പഠിക്കാൻ. അപ്പൊ എല്ലാം മനസ്സിലാവും. ഏറ്റവും സിമ്പിൾ ആയ ഒരു കൺസെപ്റ്റ്, ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയ കൺസെപ്റ്റ്. ഓപ്പോസിറ്റിൽ എക്സ് വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ സെയിം ആൻസർ കിട്ടും, ഓപ്പോസിറ്റിൽ വൈ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ സെയിം ആൻസർ കിട്ടും. ഒരു വേർട്ടെക്സ് നമുക്ക് അൺനോൺ, നമുക്ക് അറിയില്ല അതാണ് എക്സ് വൈ എന്ന് കിട്ടും. ഓപ്പോസിറ്റിന്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്തു, എക്സിന്റെ വേറെയും വാല്യൂ ഇത്രേ ഉള്ളൂ ചെയ്യുന്ന കാര്യം. ഇനി ഇതിൽ തന്നെ ഈ 4 വെർട്ടെക്സിൽ ഏതാണ് വേണമെങ്കിലും മിസ്സിംഗ് ആയിട്ട് തരാം. ഔട്ട് ഓഫ് ദ 4 വേർട്ടിസസ് എനി വൺ വിൽ ബി ഗിവൺ ആസ് മിസ്സിംഗ്. അത് ഈ കോർണറിൽ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, എക്സാമ്പിൾ അടുത്ത ട്രൈ ചെയ്യുന്നു കേട്ടോ. വേഗം ഇത് കംപ്ലീറ്റ് ആയോ എല്ലാവരും? ശരി, നെക്സ്റ്റ് വൺ മോർ എക്സാമ്പിൾ. കാരണം എക്സാമ്പിൾ ചെയ്ത് നിങ്ങൾ പാക്ഡ് ആവാൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല, ഗുണമില്ല. അത് നമ്മളിങ്ങനെ കുറെ ക്വസ്റ്റ്യൻ ചെയ്ത് പോയിട്ട് കാര്യമില്ലല്ലോ. എന്ത് ചെയ്യണേ? അതിന്റെ ഫോർത്ത് വേർട്ടെക്സ് ഞാൻ പറഞ്ഞു 4 കോർണേഴ്സിൽ ഏത് വേണേലും മിസ്സിംഗ് തരാം. ശ്രദ്ധിച്ച് ആലോചിച്ച് കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സസൈസിലെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യും.
ഇതേ കൺസെപ്റ്റ് തന്നെയാണ്, പക്ഷെ ഒരു ചിലപ്പോൾ ഫിഗർ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്തുണ്ടാവും, അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. സ്പീഡ് കംപ്ലീറ്റ് ചെയ്യണേ, നിങ്ങൾ എഴുതുക. 2 minutes maximum to complete. ഇത് കിട്ടണ്ട, എല്ലാവർക്കും ഇത് കിട്ടേണ്ട തന്നെ ആൻസർ. നിങ്ങൾ വെറുതെ ബോർഡിൽ എഴുതിയെടുക്കാനാണെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കണ്ട, ഇപ്പൊ തന്നെ എസ്കേപ്പ് ആക്കും, ഇപ്പൊ തന്നെ വിട്ടു നോക്കും. അങ്ങനെ ക്ലാസ്സിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. അതിനെ ചോദിച്ചോടാ സാർ, ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ സ്ക്വയർ എടുത്തിട്ടാണോ റൂട്ട് കണ്ടുപിടിക്കാൻ? ചുമ്മാ എക്സ് പ്ലസ് വൈ എന്ന് എഴുതിയോ? എക്സ് പ്ലസ് വൈ എഴുതിയാ പോരാ, അതല്ല. ഒരിക്കലും എക്സ് പ്ലസ് വൈ ആവില്ല. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വന്നാൽ എക്സിന്റെ വാല്യൂ എന്താണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്ക്വയർ എടുക്കുക, പ്ലസ് വൈയുടെ വാല്യൂ എന്താണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്ക്വയർ എടുക്കുക. സപ്പോസ് എക്സിന്റെ വാല്യൂ ഒരു 3 എന്നും വൈയുടെ വാല്യൂ 4 എന്നും ആണെങ്കിൽ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. അപ്പൊ റൂട്ട് ഓഫ് 9 പ്ലസ് 16 വരും. 9 പ്ലസ് 16 എന്ന് പറയുമ്പോൾ 25. റൂട്ട് എടുക്കുമ്പോൾ 5 എന്ന് ആൻസർ. നേരെ 3 പ്ലസ് 4 ചെയ്താലോ 7 ആൻസർ. ഒരു മിനിറ്റ് ഓട്ടോ കംപ്ലീറ്റ് ചെയ്യാൻ. 1 more minute to complete the question. സാബിത്തിന് കിട്ടിയോടാ? ആൻസർ കിട്ടിയോ? എത്രയാ? 5 ചെയ്യാം. അഹമ്മദ് കിട്ടിയോ? അഹമ്മദ് കരീം സാർ എക്സ് ഡിവൈഡ് കണ്ടു. എക്സ് എത്രടാ? 5. ഓക്കെ റൈറ്റ്, നമുക്ക് ആൻസർ പറയാം. ആൽബിൻ പറ മോനെ, ആൽബിൻ കേസ് 5 എങ്ങനെയാ കിട്ടിയേ? x plus 5 equal to 8 plus x plus 5 equal to 10. ഓക്കെ ഫൈൻ. നമ്മൾ ഈ കാണുന്ന വേർട്ടെക്സിനെ എക്സ് വൈ എന്ന് ചൂസ് ചെയ്യുന്നു. നമുക്ക് തന്നിട്ടില്ലാത്ത അൺനോൺ വേർട്ടെക്സ് നമ്മൾ എക്സ് വൈ എന്ന് ചൂസ് ചെയ്തു. then we can write x plus 5. ഓപ്പോസിറ്റിലെ എക്സ് വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ x plus 5. നെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ 8 plus 2. അപ്പോൾ x plus 5 is equal to 10. x is equal to 10 minus 5, which is equal to 5. y values add ചെയ്യുമ്പോൾ y plus 6. 7 plus 4. y plus 6 equal to 11. y equal to 11 minus 6, that's also 5. Now x in the value 5, y in the value 5. Therefore, fourth vertex of the parallelogram, there is a of the parallelogram is 5, 5. This is very good.
ചിലപ്പോൾ ഒരു സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടൈമിൽ ഇങ്ങനെ ചെയ്യാതെ ഇതിന് വേറൊരു മെത്തേഡ് പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അൺനോണിനെ എക്സ് എന്ന് എടുത്തു, ഓപ്പോസിറ്റിൽ ആഡ് ചെയ്തു, ഇപ്പുറം ഓപ്പോസിറ്റിൽ ആഡ് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു അല്ലെ. ഇതിന് പകരം ഡയറക്റ്റ് ഒരു സിംഗിൾ സ്റ്റെപ്പ് മെത്തേഡ് പറയാറുണ്ട്. ആ മെത്തേഡ് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് വേർട്ടെക്സിലെ എക്സ് ആഡ് ചെയ്യുക, തേർഡ് വേർട്ടെക്സിനെ സബ്ട്രാക്ട് ചെയ്യുക. അതായത് ടേക്ക് ദ സം ഓഫ് ദ ഓപ്പോസിറ്റ് വേർട്ടിസസ് ആൻഡ് സബ്ട്രാക്ട് ദ തേർഡ് വൺ എന്ന് പറയാറുണ്ട്. അതായത് ഇത്രയുള്ള എന്റെ അർത്ഥം, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞത് ഈ കണ്ട രണ്ട് ഇത് കണ്ടോ. അപ്പൊ ഓപ്പോസിറ്റിനെ ആഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? മൂന്നാമത്തെ ആളെ സബ്ട്രാക്ട് ചെയ്യണം. ഓപ്പോസിറ്റിൽ എക്സ് രണ്ടും ആഡ് ചെയ്തു, മൂന്നാമത് സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ 8 + 2 10, 10 - 5 5. ഒറ്റ അടിക്ക് നമുക്ക് ക്യാൻസൽ. വൈയുടെ കേസ് നോക്കി, ഓപ്പോസിറ്റ് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ 4 + 7. ഇതാണ് ഓപ്പോസിറ്റ്. ഇവനും ഇവനും മൈനസ് മൂന്നാമത്തെ ആൾ. അപ്പൊ 11 - 6 എന്ന് വരും, 5 എന്ന് ആൻസർ കണ്ടോ. ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിലും പറയാറുണ്ട് കേട്ടോ. x1 + x2 - x3 എന്നൊരു ഫോർമുല പറയാറുണ്ട്. രണ്ടും സെയിം ആണ്. അതായത് നമ്മള് ഓപ്പോസിറ്റ് ആഡ് ചെയ്ത് ഒരു സ്റ്റെപ്പില്, സെക്കൻഡ് സ്റ്റെപ്പിലാണ് അപ്പുറത്തേക്ക് കൊണ്ടുപോയി സബ്ട്രാക്ട് ചെയ്തത്. അവരതിന് ഒറ്റ സ്റ്റെപ്പിലാക്കിയെന്നുള്ളൂ. ഐ തിങ്ക് ദിസ് ഈസ് ഈസിയർ. കാരണം ഇതാകുമ്പോൾ കൺഫ്യൂഷൻ ഇല്ല. മറ്റേ ഏതൊക്കെ ആഡ് ചെയ്യണേ ഏതാ സബ്ട്രാക്ട് ചെയ്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, പല സ്ഥലത്തൊക്കെ വേർട്ടെക്സ് വരുമ്പോഴേ. ഇതാകുമ്പോൾ കുറച്ച് ക്ലാരിറ്റിയാണ്. കൃത്യം നമ്മൾ ഓപ്പോസിറ്റിൽ ആഡ് ചെയ്തു, നെക്സ്റ്റ് സ്റ്റെപ്പിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അങ്ങനെ പഠിക്കാട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സ്കൂളിൽ ഇത് പഠിപ്പിച്ചു കഴിയുമ്പോൾ ഇത് ഏതാ പുതിയ സംഗതി, ഞങ്ങൾ അവിടെ വേറെ അല്ല പഠിക്കുക എന്ന് ചിന്തിക്കരുത്. ബോത്ത് ആർ സെയിം. നമ്മൾ ചെയ്തതിന് തന്നെ ഒരു സ്റ്റെപ്പ് അഡ്വാൻസ് ആയിട്ട് പറയുന്നു മാത്രം. ക്ലിയർ? വ്യക്തമാണോ ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്? Okay, fine. If so, let us try the fifth question in exercise. Exercise fifth one. ആ ഫിഗർ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം. ഇത്തിരി വലുതാക്കി വരയ്ക്കേണ്ട വരയ്ക്കുമ്പോൾ. തീരെ ചെറുതാക്കി വരച്ചേക്കരുത്, കുറച്ച് വലുതാക്കി വരയ്ക്കുക. സാർ ഞാൻ ടെസ്റ്റ് എടുത്തോട്ടെ. ഓക്കെ. സാർ ആ പേജ് നമ്പർ 214-ലാണോ? അതെ, പേജ് നമ്പർ 214-ലെ. ഫിഗർ വന്നിരിക്കുന്നത് ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ. ഇതില് ഫോർ ദി യുണീക്നെസ് ഞാൻ ഇതിന്റെ പേര് കൊടുക്കാൻ, നിങ്ങൾ ഇതേ പേര് തന്നെ പ്രൊവൈഡ് ചെയ്യുക. ട്രയാങ്കിൾ ABC ഇതാണ് പോയിന്റ്സ് PQ. In the picture, midpoints of the sides of large triangle are joined to make a small triangle inside. Calculate the coordinates of the fourth vertices of a large triangle. Now the question. ഫിഗർ വരയ്ക്കണം കേട്ടോ. ഫിഗർ വരയ്ക്കുമ്പോൾ ഇത്തിരി വലുതാക്കി വരയ്ക്കുക, എന്നിട്ട് ട്രൈ ചെയ്യും. ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് എന്നോട് ഇപ്പൊ ചോദിക്കേണ്ട. യു ഹാവ് 3 minutes ടു ട്രൈ ബൈ യുവർ സെൽഫ്. അത് കഴിഞ്ഞ് എക്സ്പ്ലനേഷൻ തന്നതാണ്. ഫസ്റ്റ് യു ട്രൈ. ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് തിരിയുന്ന ഏതെങ്കിലും രീതിയിൽ ശ്രമിച്ചോ. സാർ കോർഡിനേറ്റിന് പേര് കൊടുത്തോട്ടെ? ബോർഡിലേയും കൊടുത്തിട്ടുള്ള അതിനെയും തന്നെ കൊടുത്തു. ഫിഗർ ചെയ്യാൻ ഈ ബോർഡിൽ വരച്ചിരിക്കുന്ന രീതിയിൽ തന്നെ വരയ്ക്കുക. ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്തു. നമുക്ക് നോക്കാം.
ഇടാവണേ. ഐഡിയ പിടി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് 1.5 മിനിറ്റിലൊക്കെ സംഭവം ഫിനിഷ് ചെയ്യാൻ പറ്റും. സംഭവം സ്ട്രൈക്ക് ചെയ്ത് വാട്ട് ടു ഡു എന്ന് സ്ട്രൈക്ക് ചെയ്ത്. ഇതാവണേ. വെറുതെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. വെറുതെ ബുക്കിലേക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പരിപാടി ഇവിടെ ഇല്ല. ഒരു മിനിറ്റ് കേട്ടോ കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം. The last 30 seconds for the question. എന്തെങ്കിലും ഓപ്ഷൻ പ്രൊസീഡ് ചെയ്യാൻ കിട്ടിയോ? ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ഇനി ഓപ്ഷൻ അതിൽ കെ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഇല്ലേ, ആ സിയും ബിയും ഒരു പാരലോഗ്രാമിന്റെ ഫോർത്ത് വരട്ടെ, ഒരു കളി എടുക്കുന്നത്. That is what you have to identify. നമ്മൾ തന്നിരിക്കുന്ന ഈ സി ബി മാത്രമല്ല കേട്ടോ, നമ്മൾ തന്നിരിക്കുന്ന ഫിഗറിൽ ശരിക്കും അതിന്റെ റീസൺ നമുക്ക് കാണുമ്പോൾ തോന്നി എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ റീസൺ നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റും. ഞാൻ അതിലേക്ക് വരാം. ഈ ഫിഗറിൽ നോക്കുമ്പോൾ there you can identify 3 different parallelograms. ഈ ഫിഗറിൽ 3 ചെറിയ പാരലോഗ്രാംസ് കാണുന്നുണ്ട് അല്ലെ? ഒന്ന് പറഞ്ഞു ഒരാളുടെ പേര് പറഞ്ഞേ. APRQ is a parallelogram. ഈ കാണുന്ന ആളാണ്. ഇത് കണ്ടോ? APRQ ഇതൊരു പാരലോഗ്രാമേ കാണും. Clearly it's a parallelogram. ഈ പാരലോഗ്രാമിന്റെ 3 വേർട്ടെക്സ് അറിയാം. പിയും ആറും ക്യൂവും നമുക്കറിയാം. നാലാമനെ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മെത്തേഡ്. ഇനി വേറെ ഒരെണ്ണം പറഞ്ഞ ഗ്രാഫിയ അനദർ പാരലോഗ്രാമിന്റെ ഫിഗർ. PRBQ is another parallelogram. PRBQ is another. PRBQ ഇതൊരു പാരലോഗ്രാം. Is also a parallelogram. ഇതാണ് PRBQ എന്നുള്ള പാരലോഗ്രാം. ഇനി മൂന്നാമത് പറഞ്ഞുണ്ട്, പറയാവോ ഹയ? The third one. PCRQ. PCRQ നമ്മുടെ ടോപ്പിൽ നിന്ന് പറയുന്ന PCRQ. That's also a parallelogram. ഈ കാണുന്നവന് പാരലോഗ്രാം തന്നെ. PCRQ ഇതാണ് PCR. ഇതൊരു പാരലോഗ്രാം. ഇനി എന്റെ ക്വസ്റ്റ്യൻ, ഇത് എന്തുകൊണ്ട് പാരലോഗ്രാം? അത് പറയാമോ? ഇനി why it is a parallelogram? ആൻഡ്രീസ് ആണ് ചോദിച്ചോളൂ കേട്ടോ. Why it is a parallelogram? പറ കേൾക്കട്ടെ. വലിയ ട്രയാങ്കിളിന് മിഡ് പോയിന്റ് കൂട്ടി ചേർത്തേക്കണം.
അവിടെയാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. ഈ ക്വസ്റ്റ്യനില് ദ ലൈൻസ് ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് എന്നൊരു പോയിന്റ് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. Question in the picture, midpoints of the sides of large triangle are joined to make the smaller triangle. അല്ലേ? ഈ midpoint ഉള്ള join ചെയ്യുമ്പോൾ പെക്കുലർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. The line joining the midpoints of any two sides of a triangle is parallel to the third side. ഓർക്കണ്ടോ? ആ സ്റ്റേറ്റ്മെന്റ് ഓർക്കുന്നുണ്ടോ? ആ സ്റ്റേറ്റ്മെന്റ് എന്താ സംഭവിക്കാൻ നോക്കി? ഈ കാണുന്ന ലൈൻ സെഗ്മെന്റില് PR, ഈ PR എന്ന് പറയുന്ന ആള് പാരലൽ ടു AB ആവും. അതുപോലെ തന്നെ PQ എന്ന് പറയുന്ന സൈഡ് ഇറ്റ് ബിക്കം പാരലൽ ടു ആർക്ക PQ ആരോടെ പാരലൽ ആവുമെന്ന് പറയാൻ ആൻസർ ചെയ്യാം. PQ is parallel to BC. PQ is parallel to BC. And the third one QR. Amna, QR is parallel to AC. QR is parallel to AC. The reason I am പറഞ്ഞു line joining midpoints of any two sides of a triangle is parallel to the third side. അപ്പൊ അത് വെച്ചിട്ട് എന്താ പറ്റുക നോക്കി. APRQ എന്നുള്ള ആളെ നമ്മൾ നോക്കി കഴിയുമ്പോ ശ്രദ്ധിച്ചോ കേട്ടോ. APRQ എന്നുള്ള ഫിഗർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ഈ കാണുന്ന PR, ഈ PR എന്ന് പറയുന്ന ലൈൻ AQ പാരലലാണ്. PR is parallel to AQ. അതുപോലെ തന്നെ ഈ കാണുന്ന ആള് ആരാ? AP is parallel to QR. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൈസ്, ഇറ്റ്സ് ഓപ്പോസിറ്റ് ആർ പാരലൽ, ഇറ്റ് വിൽ ബി പാരലൽ. ഇതെല്ലായിടത്തും. അതുകൊണ്ട് ആ വരുന്ന മൂന്ന് ചെറിയ ചെറിയ പീസുകൾ പാരലോഗ്രാംസ് ആയിരിക്കും. ഓരോ കേസും we know the three vertices, then we can find the four. അത് സുഖമായിട്ട് നാലാമനെ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആദ്യം എഴുതിക്കോ, നിങ്ങൾക്ക് മനസ്സിലാവാനാട്ടോ. എക്സാമിന് നേരെ നമുക്ക് അപ്ലൈ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് എഴുതിക്കോ. The line joining midpoints of any two sides of a triangle the line joining midpoints of any two sides of a triangle is parallel to the third side. Is parallel to the third side. Next line. Therefore, is another okay. ബോക്സിൽ ഒന്നും അല്ലാട്ടോ. അതായത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അവിടെ ജസ്റ്റ് ഒരു സ്ക്വയർ ബോക്സ് വരച്ചിട്ടേ ഉള്ളൂ. PR is parallel to AB, PQ is parallel to BC, and QR is parallel to AC. Next line, hence the idea APRQ, PRBQ, and PCRQ are parallelograms. നമ്മൾ എന്താണെന്ന് അറിയാം, ഓരോ കേസ് ഫസ്റ്റ് ഓരോ കേസ് കൊടുക്കും. In parallelogram APRQ A നമുക്കറിയില്ല, നമുക്ക് എനെ XY എന്നെടുക്കാം. ഇങ്ങനെയൊക്കെ സ്റ്റെപ്പുകൾ. AXY എന്നെടുത്താൽ APRQല് നമുക്കുള്ള റിലേഷൻ അപ്ലൈ ചെയ്യുക, XY കണ്ടുപിടിക്കുക, അപ്പൊ എയുടെ വേർട്ടെക്സ്. സെക്കൻഡ് പാരലോഗ്രാം എടുക്കുക, ബിയുടെ വേർട്ടെക്സ് ആണ്. തേർഡ് എടുക്കുക, സിയുടെ വേർട്ടെക്സ് ആണ്. ഇതായിക്കോട്ടെ. ചോദിക്കാട്ടോ, അബിൻ പറഞ്ഞു. എല്ലാ വെർട്ടിക്സിനും നമ്മൾ XY പേര് കൊടുത്താൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ലെറ്റ് അല്ലേ, ലെറ്റ് നമ്മൾ എടുക്കുന്ന XY പ്രശ്നമുണ്ട്.
ഒന്നാമത്തെ കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾ 1 മിനിറ്റ് 2 മിനിറ്റ് മാക്സിമം തരും. മാക്സിമം വേഗം കണ്ടുപിടിക്കുക. 2 മിനിറ്റ് മാക്സിമം. ഓക്കെ, ഇൻസാഫ് പറ മോനെ, എന്താ നേരെ വേർട്ടെക്സ്? മുഹമ്മദ് ഇൻസാഫ് കേൾക്കുന്നില്ലടാ? 2 1 2 1 5 plus 2 7 അല്ലല്ലോടാ. അതെ അതെ, കുഴപ്പമില്ല. 2 1 2 1 is correct. നമ്മൾ ചെയ്യുമ്പോൾ x plus 5 is equal to 4 plus 3 എന്ന് വരും. x is equal to 4 plus 3 7 ആണ്. 7 minus 2. അതുപോലെ തന്നെ y plus 4 is equal to 3 plus 2. y equal to 3 plus 2 5 ആണ്. 5 minus 4 1. അപ്പോ എഴുതിയാൽ മതി. therefore a 2 1 ആണ്. ആ കിട്ടിയാൽ അപ്പൊ തന്നെ ഫിഗറിലേക്ക് നോട്ട് ചെയ്യാം കേട്ടോ. നിർബന്ധമായിട്ടുള്ള ഫിഗറിലേക്ക് നോട്ട് ചെയ്യണേ. the same pattern നമുക്ക് നേരെ രണ്ടാമത്തതിലേക്ക് പോവാം. ഇത് കംപ്ലീറ്റ് ചെയ്ത വേഗം, കഴിയാത്തൊരു വേഗം കംപ്ലീറ്റ് ചെയ്തേ. ഒരു സ്റ്റെപ്പ് ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ട്. നോക്കുമ്പോൾ പേപ്പർ നോക്കുമ്പോഴാണെങ്കിലും മാർക്ക് നമുക്ക് ഇടാൻ തോന്നും. ഇൻ പാരലോഗ്രാം PRBQ നമുക്ക് അറിയില്ലാത്ത അൺനോൺ ആരാണോ അവനെ XY എന്ന് എടുക്കുക. ആരാളുടെ പേര് കൊടുക്കണോ അവനെ ഇന്നയാളെ XY. നമ്മൾ ചെയ്തത് തന്നെ അപ്ലൈ ചെയ്യുക. ഇടാവട്ടെ, കഴിയാത്തൊരു വേഗം ചെയ്തേ. സെക്കൻഡ് കേസ് ചെയ്യാൻ 1 മിനിറ്റോടെ മാക്സിമം. സെക്കൻഡ് കേസ് കംപ്ലീറ്റ് ചെയ്യാൻ 1 മിനിറ്റോടെ മാക്സിമം. seconds more for a second. 30 seconds.
ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. പറയേ ആൽബിൻ, എങ്ങനെയാ വന്നത് കേൾക്കട്ടെ. 6 3 എടാ 6 3 6 3 സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. x plus 3 equal to 5 plus 4 x plus 3 equal to 9 x equal to 9 minus 3 equal to 6. ഓക്കെ ഫൈൻ. നമ്മൾ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എക്സും ബിയും പിയും ആണ് ഓപ്പോസിറ്റ്. അപ്പൊ എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 4 പ്ലസ് 5 എന്ന് വരും. 4 പ്ലസ് 5 എക്സ് ഈക്വൽ ടു 4 പ്ലസ് 5 9 ആണ്, മൈനസ് 6. അതുപോലെ തന്നെ y plus 3 is equal to 4 plus 2 എന്ന് വരും. y equal to 4 plus 2 6 ആണ്, 6 minus 3 എന്ന് വരും. അപ്പോ b എന്ന് പറഞ്ഞ വേർട്ടെക്സ് 6 3. വേർട്ടെക്സ് b is 6 3. നമുക്ക് ആൻസർ സി കംപ്ലീറ്റ് ആയില്ലേ? ഇത് പറഞ്ഞ സി കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, സിയിൽ എന്താ ആൻസർ വരിക പറഞ്ഞ കേൾക്കട്ടെ. സാബിത്തെ സിയിൽ ആൻസർ പറയടാ. സിയുടെ വാല്യൂ 4 5 ആണോ? അതേഴ്സ് 4 plus 8 5 plus 3 5 plus 2 6 7. കറക്റ്റ് ശരിയല്ലേ? എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? ശരി, ഇനി വേർട്ടിസസിൽ നെഗറ്റീവ്സും വരാട്ടോ. നമ്മൾ ചെയ്ത എക്സാമ്പിൾസിലെല്ലാം പോസിറ്റീവ്, അതുകൊണ്ട് എല്ലാം പോസിറ്റീവേ വരുള്ളൂ, തെറ്റിദ്ധരിക്കരുത്. നെഗറ്റീവ്സും വരാം, മേ ബി നെഗറ്റീവ്സും ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആൻസർ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ, ഇൻ സം കേസസ്. എനിവൺ, എനി ഡൗട്ട്? എനിവൺ? ഓക്കെ റൈറ്റ്. അപ്പൊ ശ്രദ്ധിച്ചു. ഇനി ഇതിന് കണക്ട് ചെയ്തിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് എന്നല്ല, ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഫിഗർ ഒന്നും ഉണ്ടാവില്ല. ഇന്നെ പാരലോഗ്രാം എഴുതുന്നുണ്ടോ? ഇന്നെ പാരലോഗ്രാം ദ വേർട്ടിസ് ഓഫ് എ ബി ആൻഡ് സി ആർ ഇതിന്റെ വാല്യൂസ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി ഡി എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, ജസ്റ്റ് എഴുതി ഇതാണ് എക്സാമിന് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. In a parallelogram ABCD, in a parallelogram ABCD, there you go. The vertex of, so the coordinates of A, B and C. The coordinates of A, B and C are 1 3, 5 4, and 6 6 respectively. Six respectively. Excellent. Find the length of B. Find the length of B. Sir, coordinates of A, B and C നല്ലേ? A, B and C. A, B and C. A, B ക്ക് coordinates ഉണ്ടാവില്ലോടാ. ഓരോ എൻഡ് ഓരോ വേർട്ടെക്സിനുള്ള coordinates A, B and C are respectively 1 3 5 4 and 6 6. Find the length of B. ഈ റെസ്പെക്റ്റീവ്ലി എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാ? ആ ഓർഡർ, അതായത് എയുടെ ആണ് ആദ്യത്തെ, ബിയുടെ ആണ് രണ്ടാമത്തെ, സിയുടെ ആണ് മൂന്ന്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതുപോലത്തെ ഡൗട്ടുകൾ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകണം. അതിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ഞാൻ ചോദിച്ച നാണക്കേടാ അല്ല, ചോദിച്ച സംഗതി അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. എങ്കിൽ നിങ്ങൾ എക്സാമിന് വിട്ടുപോകും, അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
2 minutes maximum to connect the ID. ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് 2 മിനിറ്റ് മാക്സിമം. ഇടാവണം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അവനെ കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ്, ആ വഴി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തടസ്സം ആരാണ്, നമുക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം, ഇതുപോലത്തെ തിങ്കിങ് ആണ് അതിൽ വരേണ്ടത്. ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ 1 മിനിറ്റ് കൂടി. ഹൗ ടു ട്രൈ, ഹൗ ടു സോൾവ്. സ്പീഡ് ആവട്ടെ. ക്വസ്റ്റ്യന്റെ സെന്റൻസ് മാത്രം വായിച്ചാൽ ഐഡിയ കിട്ടില്ല. ജസ്റ്റ് ഒരു ഫിഗർ നമ്മളൊന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ക്ലാരിറ്റി കിട്ടും. എത്താനുള്ള അത്യാവശ്യം വേണ്ട ഹിന്റൊക്കെ അതിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ നമ്മൾ വെറുതെ വായിച്ചുകൊണ്ടിരുന്നിട്ട് ഗുണമില്ല. സെക്കൻഡ്സ് കേട്ടോ. പലരും പുറകോട്ടുള്ള പേജുകൾ മറയ്ക്കുന്നുണ്ട്. അതിന്റെ ലോജിക്ക് എനിക്ക് പിടിയിട്ട് കുറെ പേജുകളിൽ അങ്ങനെ കാര്യമായിട്ട് നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയൊന്നും ഉണ്ടാവുന്നില്ല. 4-5 പേര് മറയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോ പെട്ടെന്ന് എനിക്ക് ഡൗട്ടായി. 30 seconds more to connect an idea. ഈ ടൈം മതിയാവും. എനിക്ക് ഐഡിയ കിട്ടിയാൽ മതി എന്താന്നുള്ള. ആഫിയ, എങ്ങനെ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും? ഹൗ? ക്ലിയർ ആയാണോ? അബ്സല്യൂട്ട്ലി. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ ഫിഗർ ഒന്ന് ഡിനോട്ട് ചെയ്താൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്ന ഒരു പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ പേര് ABCD എന്നാണ്. അപ്പോൾ എന്താ പാരലോഗ്രാം വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. എന്തെങ്കിലുമൊക്കെ തന്നിരിക്കട്ടെ. ABCD ഇതാണ് നമുക്കുള്ള പാരലോഗ്രാം. അതിൽ എയുടെ വേർട്ടെക്സ് 1, 3 ആണെന്ന് തന്നിട്ടുണ്ട്. ബിയുടെ വേർട്ടെക്സ് 5, 4 ആണെന്ന് തന്നിട്ടുണ്ട്. സിയുടെ വേർട്ടെക്സ് 6, 6 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഗിവൺ ഡാറ്റാസ് ഇത്രയും തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ട പോലെ അമീൻ ഷാജി? വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇൻ ദ ക്വസ്റ്റ്യൻ? സർ കണ്ടുപിടിക്കേണ്ട BD ലെങ്ത് ഓഫ് BD ആണ്. ഈ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താ മീനെ? നോർമൽ ലെങ്ത് നമ്മൾ എങ്ങനെ സാധാരണ കണ്ടുപിടിക്കുക? ഇതാണ് x1 plus x2. ഓ, x1 plus x2 അതാണ്. x1 plus x2 ഡിസ്റ്റൻസ് എനിക്കറിയില്ല. എങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതല്ലേ ചോദ്യം. സാറേ ഇപ്പൊ ആദ്യം D കണ്ടുപിടിച്ചിട്ട് ആ എന്നിട്ട് x1 plus x2 D കണ്ടുപിടിച്ച പിന്നെ x1 plus x2 പുറകെ പോകണം എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുക. എങ്ങനെ നമുക്ക് ഇവിടെ BD എന്ന ലെങ്ത് അതിനെന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ട കൺസെപ്റ്റ്? ഇബ്രാഹിം ബാദുഷാ. കിട്ടുന്നില്ല. കിട്ടിയില്ല. BD നോർമലി എങ്ങനെയാ നമ്മളൊരു BD എന്നൊരു ലെങ്ത് സാധാരണ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എങ്ങനെയാ? Normally how you can find a particular length in coordinates. എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള മാർഗം? എന്താ മാർഗം ശ്രേയ? To find a length.
ഡി കണ്ടുപിടിച്ചിട്ട് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ 4 വെർട്ടീസിന്റെ സ്ക്വയർ എടുത്തിട്ട് ഡയഗണൽസിനോട് നമ്മൾ കറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഒരുപാട് ലെങ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അതിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാലോ. ഷഹാൻ, ഡിസ്റ്റൻസ് ഫോർമുല, ഡയറക്ട്ലി അപ്ലൈയിങ് ഡിസ്റ്റൻസ് ഫോർമുല. അപ്പൊ ഈ ഡി എന്ന വോർട്ടെക്സ് കണ്ടുപിടിക്കണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. സോ ലെറ്റ്സ് ടേക്ക് ഡി ആസ് xy. മുന്നേ പഠിച്ച കാര്യങ്ങൾ അവിടെ ഇട്ടേച്ച് പോരാനല്ല കേട്ടോ. ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ. അമീന്റെ ഒക്കെ പെർഫോമൻസ് തീരെ മോശമായിട്ട് അമീനെ. അമീൻ ചോദിച്ചു. സാർ ഈ ബീഡ് ഡയഗണൽ അല്ലേ? അതെ. അപ്പോ ഏതാ ഞാൻ സൈഡാന്ന് കരുതിയിരിക്കും. അപ്പൊ നമ്മൾ എടുക്കുമ്പോ ഡി എക്സ് വൈ, ഇത് ഓർഡറും വളരെ പ്രധാനമായിട്ടുള്ള നമ്മളായിരുന്നു ഓർഡർ ABCD. ആ ഓർഡർ തന്നെ ഫോളോ ചെയ്യണം. ഡി നിങ്ങളോട് ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ തെറ്റും. ഓർഡർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് റെസ്പെക്റ്റീവ് എന്നൊക്കെ എടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ ഡി എക്സ് വൈ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ x + 5 ഈസ് ഈക്വൽ ടു 6 + 1, x + 5 ഈക്വൽ ടു 7, x ഈക്വൽ ടു 7 - 5 2 എന്നുണ്ട്. അതുപോലെ തന്നെ y + 4 ഈസ് ഈക്വൽ ടു 6 + 3, y + 4 ഈക്വൽ 9, y ഈക്വൽ ടു 9 - 4 5 എന്നുണ്ട്. അപ്പൊ ഡി എന്നുള്ള പോയിന്റ് 25 എന്ന് പിടികിട്ടും. ഡി എന്നുള്ള പോയിന്റ് കിട്ടിയ പിന്നെ വളരെ സിമ്പിളാണ്. ഡി നമുക്ക് കിട്ടി. ഇതിന് ഡിസ്റ്റൻസ് ഫോർമുല BD ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫോർമുല എന്തായിരുന്നു എന്ന് പറയേ അമാനിലാഹി. ഡിസ്റ്റൻസ് ഫോർമുല √of x2 - x1 the whole square plus y2 - y1 the whole square. x2 - x1 the whole square plus y2 - y1 the whole square. ബിയുടെ കോർഡിനേറ്റ്സ് നമുക്കറിയാം, ഡിയുടെ കോർഡിനേറ്റ്സ് നമുക്കറിയാം. നേരെ അപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട്, സ്ക്വയർ, സിംപ്ലിഫൈ. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഏറ്റവും നല്ല ആൻസറിലേക്ക് എത്തുക, അല്ലെങ്കിൽ സിംപ്ലിഫൈ ആവുന്നതിന്റെ മാക്സിമം. അവിടെ കഴിഞ്ഞാൽ 1 മിനിറ്റ് അവിടെ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുക, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ചോദിച്ചോ സാർ, നമ്മൾ ഇതിന്റെ സ്ക്വയറും കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണോ റൂട്ട് എടുക്കാൻ അവസാനം? ആദ്യം നമ്മൾ ഇതിനെ സബ്ട്രാക്ട് ചെയ്യണം, എന്നിട്ട് സ്ക്വയർ ചെയ്യണം, എന്നിട്ട് ആഡ് ചെയ്യണം. അപ്പൊ ഏറ്റവും അവസാനം റൂട്ടിനുള്ള ഒരു സിംഗിൾ നമ്പർ ആവും, അവന്റെയാണ് റൂട്ട്. സാർ, സ്കോർ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? എങ്ങനെ സ്കോർ ചെയ്യും? സോ x2 സ്ക്വയർ മൈനസ് അല്ല x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ പറ്റില്ലല്ലോ, കാരണം x2 - x1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ x2 സ്ക്വയർ - x1 സ്ക്വയർ അല്ലല്ലോ. അത് a - b ഹോൾ സ്ക്വയർ ഫോമിൽ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. പക്ഷെ അതിനൊക്കെ എളുപ്പം നേരെ മൈനസ് ചെയ്യുക, കാരണം എല്ലാം ഡയറക്റ്റ് നമ്പേഴ്സ് അല്ലേ. ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ പറയാം പ്ലസ് എങ്ങനെയാ വരികയെന്ന് കേൾക്കട്ടെ. BD is equal to √of 5 - 2 whole square plus 4 - 5 whole square. അല്ലല്ലോടാ. ആഹാ, സാർ ഈ രണ്ടുപേരെ മൈനസ് ചെയ്തു, ഈ രണ്ടുപേരെ മൈനസ് ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം, ഇതൊക്കെയാണ് നമ്മളുടെ പ്രശ്നം. ഫോർമുല നമുക്ക് തിരിഞ്ഞിട്ടില്ല. 6ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച ഫോർമുല, അവിടെ നമ്മൾ എക്സസൈസ് മൊത്തം ചെയ്ത ഫോർമുല നമുക്ക് തിരിഞ്ഞിട്ടില്ല, എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന്. നിങ്ങൾ മുന്നേ പറഞ്ഞിട്ട് ഒന്നെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ x1 x2 ഒക്കെ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചൂസ് ചെയ്യുക x1 y1 ഈക്വൽ ടു ഒരു വേർട്ടെക്സ്, x2 y2 ഈക്വൽ ടു അടുത്ത വേർട്ടെക്സ്. അപ്പൊ നമ്മളിപ്പോ x1 y1 ആയിട്ട് 5 4 എന്നുള്ള വേർട്ടെക്സിന് എടുത്തു. സപ്പോസ് ബി എടുത്തു, ഇവിടെ 2 5 എടുത്തു, തിരിച്ചെടുത്താലും തെറ്റൊന്നുമില്ല. അപ്പൊ നമ്മൾ BD കണ്ടുപിടിക്കുമ്പോൾ √of x2 - x1 5 - 2 വരും, y2 - y1 4 - 5 വരും.
സിംപ്ലിഫൈ റൂട്ട് ഓഫ് 5 minus 2 3 ആണ്. 4 minus 5 -1 ആണ്. 3 square 9 -1 square 1 റൂട്ട് ഇട്ടിട്ട് ആൻസർ. റൂട്ടിനെ പിന്നെ പറഞ്ഞ സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, അങ്ങനെ നിർത്താൻ. ഞാൻ പറയാം ഇവിടെ ഫണ്ടമെന്റൽസ് ഒക്കെ എവിടെയോ കിടക്കുകയാണ്, എവിടെയോ കിടക്കുകയാണ് ഫണ്ടമെന്റൽസ്. പറഞ്ഞോ 2√5 ചെയ്യാൻ പറ്റുമോ? 2√5 പറ്റില്ലോടാ, കാരണം 10 നമുക്ക് √2 × √5 എന്നല്ല. √10 എന്നുള്ള ആൻസറിനെ √2 × 5 എന്നല്ല. പക്ഷെ 2ഉം 5ഉം റൂട്ട് അല്ലല്ലോ. 4 × 5 ആണെങ്കിൽ 2√5 വരിക. ഇപ്പൊ രണ്ടു പേർക്കും റൂട്ടില്ല. ആ നമുക്കിപ്പോ ഈ ക്വസ്റ്റിനിൽ തന്നെ ഈസിയെ കണ്ടുപിടിക്കാൻ തന്നെങ്കിൽ ഡി ചെയ്യണമെന്നുണ്ടായിരുന്നോ? ഡി കണ്ടുപിടിക്കണം ആവശ്യമില്ല, നേരെ ഡിസ്റ്റൻസ് ഫോം അപ്ലൈ ചെയ്തത്. അതല്ലേ മനഃപൂർവ്വം വീഡിയോ തന്നെ. ക്ലിയർ എവരിവൺ? ഓക്കെ, അപ്പൊ ഏകദേശം അതോടുകൂടി നമ്മുടെ സെക്ഷൻ ഫോം നമ്മുടെ പാരലോഗ്രാമിന്റെ കൺസെപ്റ്റ് അവിടെ തീരുക കേട്ടോ. അടുത്ത നമ്മൾ മൂവ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയ ഒരു കൺസെപ്റ്റ്, ഒരു ഡിവിഷൻ, അതായത് ഡിവൈഡിങ് എ ലൈൻ സെഗ്മെന്റ് കൺസെപ്റ്റിലേക്കാണ്. നിങ്ങൾ 9th സിമിലാരിറ്റി, സിമിലർ ട്രയാങ്കിൾ എന്നൊക്കെ ഒരു സംഭവം പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? 2 triangles are similar if the angles are equal എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺഗ്രുവന്റും സിമിലറും, കോൺഗ്രുവന്റ് ആൻഡ് സിമിലർ ട്രയാങ്കിൾസ്. അല്ല, സിമിലാരിറ്റി എന്താണെന്നൊക്കെയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ഗുണം ഉണ്ടാവും. ഇനി ചില കൺഫ്യൂഷൻസ് ഒക്കെ വരും നമ്മൾ അതിന്റെ കൺസെപ്റ്റ് പറയുമ്പോൾ. ഓക്കെ, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ട് ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കഴിഞ്ഞ ബൈവീക്കിലേക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ കണ്ട ചില മിസ്റ്റേക്സ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനാണ്. ഒന്ന്, ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അവന്റെ ഇൻസർക്കിൾ വരയ്ക്കുക അല്ലെ. അതിൽ വ്യക്തമായ ആ ക്വസ്റ്റൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഓൾസോ ഫൈൻഡ് ദ റേഡിയസ് എന്നൊരു സംഗതി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ പേര് ഇൻസർക്കിൾ കൃത്യമായി വരച്ചിട്ടുണ്ട്, പക്ഷെ റേഡിയസ് മെഷർ ചെയ്തെടുത്ത് എഴുതിയിട്ടില്ല. അത് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിക്കാത്തതിന്റെ അല്ലെങ്കിൽ കെയർലെസ് ആയി എക്സാം എഴുതിന്റെ പ്രശ്നമാണ്. അരമാർക്ക് വെറുതെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. കുറെ പേര് പോയിട്ടുണ്ട്, മനഃപൂർവ്വം കളഞ്ഞിട്ടുമുണ്ട്, മാർക്ക് കുറച്ചിട്ടുമുണ്ട്. കാരണം റേഡിയസ് മെഷർ ചെയ്യാൻ ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറഞ്ഞിരുന്ന സംഗതിയാണ്. രണ്ടാമതൊരു സംഗതി, ഒരു ഫിഗറില് ഒരു റേഡിയസ് നമ്മുടെ P × PB = PC² അപ്ലൈ ചെയ്തിട്ട് റേഡിയസ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതില് കുറെ പേര്, കുറെ അതിബുദ്ധിമാന്മാരും അതിബുദ്ധിമതികളും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ഫിഗർ ഏകദേശം ഇങ്ങനെയായിരുന്നു. ഏകദേശം ഇങ്ങനെയായിരുന്നു ആ ഫിഗർ. എന്റെ ഇവിടെ ഒരു 10 സെന്റിമീറ്റർ ലെങ്ത് കൊടുത്തിട്ടുണ്ടായി. ഓക്കെ, പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ 5 സംതിങ് ആണെന്ന് തോന്നുന്നു. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 5² ഇവിടെ PABC, P × PB = PC² അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ PB = 2.5. PB 2.5 ആണെങ്കിൽ AB സെൻട്രിക് കോൺ ആട്ടോ വന്നാൽ, സോറി, AB സെൻട്രിക് കോൺ ഡയമീറ്റർ ആയിരുന്നു. ഫിഗർ ഇങ്ങനെയല്ല, കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങിയാണ് ഫിഗർ വരിക. AB = 10 - 2.5 7.5 എന്ന് കിട്ടും. റേഡിയസ് 7.5ന്റെ പകുതി 3.75 കിട്ടും. കുറെ പേര് ഡയറക്റ്റ് എന്തെന്ന് അറിയാം, AB 10 സെന്റിമീറ്റർ, റേഡിയസ് AB 10 സെന്റിമീറ്റർ, അപ്പൊ റേഡിയസ് 10ന്റെ പകുതി 5. ഒറ്റയടിക്ക് പരിപാടി എടുത്തു. 2.5 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുണ്ട്. അതില് കൃത്യമായി ആ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് ഫിഗർ വന്നോട്ടെ, വർഷം പോലെ ഇങ്ങനെയാണ് ആ ഫിഗർ ഉണ്ടായത്. AB കറക്റ്റ് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് എന്ന രീതിയിൽ ആയിരുന്നു ഫിഗർ കൊടുത്തിട്ടുള്ളത്, ലൈക്ക് ദിസ്. എന്റെ ഇപ്പൊ നേരത്തെ പോലെ പിയും ലെങ്തും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നേരെ കയറിയിട്ട് AB 10 സെന്റിമീറ്റർ ആണ്, അപ്പൊ ABയുടെ പകുതിയാണ് റേഡിയസ് 5 എന്ന് ആൻസർ ചെയ്തോളുണ്ട്. നേരെ അവിടെ P × PB = PC² അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. അതും ഇങ്ങനെ ചെയ്തു വെച്ച് തെറ്റിച്ച ആളുകളുണ്ട്. മെൻഷൻ ചെയ്തേ ഉള്ളൂ, അതിലെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇങ്ങനെയായിരുന്നു ആ ഫിഗർ. ABPC ഇത് 10, ഇങ്ങനെയാണ് 10 എന്ന് കൊടുത്തത്. ആ 10 മൊത്തം PA ആണ്, AB അല്ല കേട്ടോ. എക്സ്പോ എക്സൈസിൽ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, വാല്യൂ വേറെ വെച്ചിട്ട്. ഓക്കെ, റൈറ്റ്. റിമൈനിങ് ഇൻ അവർ നെക്സ്റ്റ്. Thank you. Thank you, sir. Thank you, sir.